പാഠം 755. വേലിയിലിരുന്ന പാമ്പ്. മോഹനകൃഷ്ണ, പത്രത്തിൽ എന്തൊക്കെയുണ്ട് വാർത്ത? അങ്ങനെ വിശേഷമൊന്നുമില്ല. ഞാൻ രാവിലെ ഇംഗ്ലീഷ് പത്രം വായിച്ചെങ്കിൽ ശീലമായി പോയി. മലയാള പത്രം കാണുമ്പോഴേ എന്തോ ഒരിത്. അങ്ങനെയാണെങ്കിൽ നാളെ മുതൽ കുറച്ച് ദിവസത്തേക്ക് ഇംഗ്ലീഷ് പത്രം കൂടി ഇടാൻ പറയാം. ഏയ്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നീ ഈ മലയാള പത്രം വായിച്ചിട്ട് വലിയ വാർത്ത വല്ലതും ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. രാവിലെ ഒരു ചായ കുടിക്കാത്തോണ്ട് എന്തോ ഒരു അസ്വസ്ഥത. രാവിലെ ചായ ഉണ്ടാക്കുന്നത് കണ്ടായിരുന്നു, ഞാൻ വിളിക്കാം. ഏയ്, വേണ്ട വേണ്ട, എനിക്കുള്ള ചായ സരോജിനി എടുത്തോണ്ട് വരും. അതാ ശീലം. നീ പത്രം വായിക്കേ. ആഹാ, സത്യഭാമ ഇത്ര പെട്ടെന്ന് അടുക്കള ജോലിയൊക്കെ തുടങ്ങിയോ? അത് കൊള്ളാലോ. ശീലമായിപ്പോയില്ലേ അമ്മായി. എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് ഞാൻ അടുക്കളയിൽ കയറുന്നതാ. മോഹനേട്ടൻ ആഫീസിൽ പോകാൻ ഇറങ്ങുന്നതിന് മുന്നേ ജോലിയല്ല എനിക്ക് തീർക്കണ്ടേ. എന്തെങ്കിലും ഒരു കാര്യം 1 മിനിറ്റ് വൈകിട്ടുണ്ടെങ്കിൽ മോഹനേട്ടന്റെ സ്വഭാവം മാറും. എന്റെ ഭാമേ, അങ്ങനെ പേടിക്കാനൊന്നുമില്ല. ഈ ആണുങ്ങളുടെ വാശി ഒരുപാടങ്ങ് സമ്മതിച്ചു കൊടുത്താലേ അവർ നമ്മുടെ തലയിൽ കയറിയിരിക്കും. അമ്മാവനുള്ള ചായ. അമ്മാവൻ എഴുന്നേറ്റില്ലേ? പിന്നെ എഴുന്നേറ്റ ആ നിമിഷം ചായ വേണം. അമ്മാവന് ചായ ഞാൻ കൊടുത്തോളാം. ഈ ചായ കൊണ്ടുവന്ന് മോഹനേഷൻ. ശരി, ഞങ്ങൾ വന്നതിന്റെ പേരിൽ അവന്റെ ചായ മുടങ്ങണ്ട. മോനേട്ടാ, ചായ. അമ്മാവന് ചായ എടുത്തോ? അമ്മായി ചായ എടുത്തോണ്ട് പോയിട്ടുണ്ട്. ഇന്ന് പ്രശ്നമൊന്നും ഉണ്ടായില്ലല്ലോ? ഇതുവരെ ആയിട്ടൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ ഇന്നലെ രാത്രി 1 മണി വരെ രണ്ടുപേരും കൂടി വഴക്കായിരുന്നു. ഉറക്കത്തെ ശബ്ദം കേട്ടിട്ടാണ് ഞാൻ ഉണർന്നത്. അപ്പൊ രണ്ടുപേരും കൂടെ ഭയങ്കര തർക്കമായിരുന്നു. ഇവർ രണ്ടുപേരും കൂടി ഇങ്ങനെ വഴക്കുണ്ടാകുന്നവരും ഒരാൾക്ക് പോലും അറിയില്ല. അമ്മാവനും അമ്മായും തമ്മിലുള്ള സ്നേഹം കണ്ടുപഠിക്കണമെന്ന് അമ്മ എപ്പോഴും പറയാറുണ്ട്. സ്നേഹമൊന്നുമല്ല മോഹനേട്ട ഇവിടുത്തെ പ്രശ്നം. അമ്മാവൻ എന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മായി അതിനെതിരെ പറയും. അമ്മായി എന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മാവനത് സമ്മതിച്ചു കൊടുക്കുകയില്ല. പിന്നെ അവര് തമ്മിലുള്ള വഴക്ക് നമ്മൾ തമ്മിലുള്ള വഴക്ക് പോലൊന്നും അല്ല, ദേഹോദരമൊക്കെ ഉണ്ട്. അമ്മായിയാണ് പറഞ്ഞത്. ദില്ലി വെച്ച് അവര് തമ്മിൽ എന്തോ പറഞ്ഞു തെറ്റിയപ്പോ അമ്മായി ചപ്പാത്തിക്കോലെടുത്ത് അമ്മാവന്റെ തലമണ്ടക്കിട്ട് നോക്കി ഒന്ന് കൊടുത്തെന്ന്. 2 സ്റ്റിച്ച് ഉണ്ടായിരുന്നാ പറഞ്ഞത്. അമ്മായിയെ പോലൊരാളാണ് മോഹനേട്ടന്റെ ഭാര്യയെങ്കിൽ പണ്ടേ പരലോകത്തേക്ക് എത്തിയേനെ. ഞാനൊരു പാവമായതുകൊണ്ട് മോഹനേട്ടന് പ്രശ്നമൊന്നുമില്ല, അത് പോകുന്നു. എന്താണ് നോക്കുന്നത്? ഞാൻ പറഞ്ഞ കാര്യമല്ലേ? നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയരുത്. ആവശ്യമുള്ളതാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നേ നിങ്ങളല്ല. എന്ത് പറഞ്ഞാലും എന്തെങ്കിലും പറഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് മോഹനേട്ടാ. ഞാനൊന്ന് നോക്കട്ടെ. അടികൊള്ളാത്തതിന്റെ അസുഖം അല്ലാതാ. എന്ത് ചെയ്യും? നീ എന്തൊക്കെ പറഞ്ഞാലും ഇതുപോലൊരു ചായ ഉണ്ടാക്കാൻ നിന്നെ കൊണ്ട് കഴിയില്ല സരോജിനി. ചായ എന്നല്ല, നാവി വെച്ച് കഴിക്കാൻ പറ്റിയ ഒരു സാധനം ഉണ്ടാക്കാനും നിനക്കറിയില്ല. പിന്നെ കഴിഞ്ഞ 10-30 കൊല്ലം ഞാൻ ഉണ്ടാക്കുന്നത് 3 നേരം വെട്ടി വിഴുങ്ങിയല്ലേ നിങ്ങൾ ഇത്രയായത്. ഇപ്പൊ അതിനെ കുറ്റം പറയാൻ നോണല്ലോ നിങ്ങൾക്ക്. സത്യം പറയാൻ നാണിക്കുന്ന എന്തിനാ? നിനക്കൊന്നും വെച്ചുണ്ടാക്കാൻ അറിയില്ല അറിയില്ല അറിയില്ല. ഇവിടുന്ന് തിരിച്ചു പോയി കഴിഞ്ഞു ഇത് തന്നെ പറയുമല്ലോ. ഇനി നിങ്ങൾക്ക് ഞാൻ യാതൊരു വസ്തു ഉണ്ടാക്കി തരില്ല. വിശക്കുമ്പോഴേ ചത്തുപോയ നിങ്ങളുടെ അമ്മയെ വിളിച്ചു ഉണ്ടാക്കി തരാൻ പറഞ്ഞാൽ മതി. അമ്മയ്ക്ക് പറയുന്നു. ഇനി നിന്നെ വെച്ചോണ്ടിരുന്നിട്ട് കാര്യമില്ല. ഇന്നത്തെ യുദ്ധത്തിൽ ആര് ജയിക്കുമെന്നോ? നമസ്കാരമുണ്ട് സാറേ.
അമ്മാവനും അമ്മായും വന്നിട്ടൊന്ന് പരിചയപ്പെടാൻ പറ്റിയില്ല, അതുകൊണ്ട് ഇങ്ങോട്ട് വന്നതാ. ഇവിടെ ഇല്ലേ കക്ഷികള്? ഇവിടെ ഉണ്ട്. പക്ഷേ സംഗതി ഞാൻ വിചാരിച്ച പോലെ അല്ല ഉത്തമ. അമ്മാവനും അമ്മായും തമ്മിൽ എപ്പോഴും വഴക്കാ? പരസ്പരം കണ്ടാൽ ആ നിമിഷം വഴക്കാം. അയ്യോ, അതിന് പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ട. അപ്പൊ സാറിനെ വക്കീലിനെ പോലെ തന്നെ. ഞങ്ങളെ പോലെ അല്ല. ഇവർ വഴക്കൂടി കഴിഞ്ഞാൽ കയ്യങ്ങളിലേ തീരൂ. ഡൽഹിയിൽ വെച്ച് അമ്മാവന്റെ തലക്കടിച്ച് പൊട്ടിച്ചെന്ന അമ്മ പറയുന്നത്. അയ്യോ, കെട്ടിയോന്റെ തലയടിച്ച് പൊട്ടിക്ക്. സാറിന്റെ അമ്മായി ആള് കൊള്ളാമല്ലോ. മോനേട്ടാ തുടങ്ങിയിട്ടുണ്ട്, അടുത്ത വഴക്ക് തുടങ്ങിയിട്ടുണ്ടെന്ന്. ഞാനുണ്ടാക്കിയ ചായയുടെ പേരിലാണ് ഇപ്പോഴത്തെ വഴക്ക്. ഞാൻ എന്ത് പറഞ്ഞിട്ട് അവർ കേൾക്കുന്നില്ല. അമ്മായി ഇറങ്ങി ഓടിപ്പോയി, അമ്മാവൻ തൊട്ട് പുറകെ പോയിട്ടുണ്ട്. ആ ഇത് വലിയ സമാധാനക്കേടായല്ലോ. ഉത്തമ, അമ്മാവനും അമ്മായി വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോ മുതലേ മോഹനേട്ടൻ എന്താ എന്നോട് പറഞ്ഞെന്നറിയാമോ? അവര് തമ്മിൽ അടയും ചക്കരയും പോലെയാണ്. ഒരാൾക്ക് മറ്റൊരാളെ കാണാതിരിക്കാൻ പോലും പറ്റില്ല, അത്രയ്ക്ക് സ്നേഹമാണ്. ഞാൻ അമ്മായിയെ കണ്ടുപഠിക്കണം എന്നൊക്കെയാണ് മോഹനേട്ടൻ പറഞ്ഞത്. ഞാൻ അമ്മായിയെ കണ്ടുപിടിച്ചിരുന്നെങ്കിൽ വില്ലേജ് ഓഫീസറെ കൈയും കാലും ഒക്കെ പലവട്ടം ഇപ്പൊ ഓടിയേനെ. തലയിലാണെങ്കിൽ ഒരു 10-16 സ്റ്റിച്ചും ഉണ്ടായേനെ. എന്നെ അടിക്കരുതെന്ന്. അമ്മായി സാറേ, രണ്ട് കൽപ്പിച്ചാണ്, പോയി പിടിച്ചു മാറ്റി സാറേ, ഇല്ലെങ്കിൽ കൊലപാതകത്തിന് സാറ് സാക്ഷി പറയേണ്ടി വരും. ഒന്ന് ചെല്ലു മോനേട്ടാ, ഞാൻ പോയിട്ട് എന്ത് ചെയ്യാനാ? അയ്യോ, ചെല്ലു, പിടിച്ചു മാറ്റ്. ഞാൻ പോയിട്ട് അമ്മാവാ, അമ്മാവി, അമ്മാവാ, അരുത്, അരുത്, അയ്യോ, വേണ്ട, അടിയരുത്, അമ്മാവാ, അല്ല, അമ്മാവി, അടിയരുത്. എല്ലാം ഓക്കെ. ഇത് വലിയ പ്രശ്നമാണെന്ന് തോന്നുന്നു. ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല, നല്ല സാറ് ഹാൻഡിൽ ചെയ്തോളും. ഇല്ല ഓഫീസർ, മോഹനേട്ടൻ സാറിന്റെ അടുത്താണ് അമ്മായിയുടെ അമ്മാവന്റെ കളി. അയ്യോ, അയ്യോ, മണി 10:30 കഴിഞ്ഞല്ലോ കാഞ്ഞിട്ട് സാറേ. മോഹൻ സാർ വരാത്തെന്താ? ഞാനും അത് തന്നെ ആലോചിക്കുന്നേ. ഇനിയിപ്പം സാറ് രാവിലെ താലൂക്ക് ഓഫീസിൽ എങ്ങനെ പോയി കാണോ? താലൂക്ക് ഓഫീസിൽ പോകേണ്ട കാര്യം ഉണ്ടായിരുന്നെങ്കിൽ സാർ ഇന്നലെ എന്നെ പറഞ്ഞേനെ. ഇന്നലെ പോകുന്നേരം ഒന്നും പറഞ്ഞില്ലല്ലോ. ചിലപ്പോ തഹസിൽദാർ രാത്രിയോലെ വിളിച്ചിട്ടുണ്ടാവോ? അങ്ങനെയാണെങ്കിൽ സാർ ശിശുപാലൻ ചേട്ടനെ വിളിച്ച് പറയാതിരിക്കോ? ശിശുപാലൻ ചേട്ടാ, മോഹനേട്ട് സാറ് വൈകുന്ന കാര്യമൊന്നും പറഞ്ഞില്ലല്ലോ. ഇല്ല, ഞാനിപ്പോ സാറിന്റെ വീട്ടിലേക്ക് വിളിച്ചതേ ഉള്ളൂ. അവിടെ ആരും ഫോൺ എടുക്കുന്നില്ല. പിന്നെ സാർ ഇതെവിടെ പോയി? ഇനിയിപ്പോ അമ്മാവന്റെ അമ്മയുടെ കൂടെ എവിടെയെങ്കിലും പോയതായിരിക്കോ? ആ, മോനേഷ സാറോ നടന്നത് തന്നെ. ആ വക്കീലിന്റെ കൂടെ സാർ ഇതുവരെയും പുറത്തു പോയിട്ടില്ല. പിന്നെ ആ അമ്മാവന്റെ അമ്മായിയുടെയും കൂടെ പുറത്തു പോന്നെ. അതല്ല കാഞ്ചന സാറേ, ഈ അമ്മാവനും അമ്മായും സാറിന് വലിയ ഇഷ്ടമുള്ള ആളുകളാ. കല്യാണം കഴിച്ചാൽ പിള്ളേരൊന്നും ഉണ്ടായിട്ടില്ല. എന്നിട്ടും ഇത്രയും കാലം ഒരു വഴക്കും കൂടാതെ പരസ്പരം സ്നേഹിച്ച് കഴിയുന്നവരാണെന്ന് ആ സാറ് പറയുന്നത്. അമ്മാവനെ അമ്മാവിയെ മാതൃകയാക്കണമെന്ന് ഇന്നലെയും കൂടെ സാർ എന്നോട് പറഞ്ഞതാ. അങ്ങനെയാണെങ്കിൽ അമ്മാവനെ അമ്മാവിയും കൂട്ടി സാർ എവിടെയെങ്കിലും പോയി കാണും. നമ്മളോട് പറയാതെയോ? സ്നേഹമുള്ള അമ്മാവനും അമ്മായി അടുത്തുള്ളപ്പോ നമ്മുടെ കാര്യം ആരും ഓർക്കാനാ? ശിശുപാല, അശോ, ഇതെന്താ സാർ? ഞാൻ ചെറുതായിട്ടൊന്ന് വീണു. ചെറുതായിട്ട് വീണേന്റെ ഇത്രയും വലിയ കെട്ടോ? അതിപ്പോ വീഴ്ചയുടെ കണക്കിനല്ലല്ലോ തലയിൽ കെട്ട് വരുന്നത്. ചെറിയ മുറിവേ ഉള്ളൂ. പക്ഷെ ഡോക്ടർ പറഞ്ഞ് കുറച്ച് വലിയ കെട്ടിരുന്നോട്ടെന്ന്. ഇതെങ്ങനെയാ സാർ പറ്റിയത്? അത് ഞാൻ മുറ്റത്തോടെ ഇങ്ങനെ ഓടി വരികയായിരുന്നു. അപ്പൊ പെട്ടെന്ന് കാല് തെറ്റി. ഒരു വലിയ വടി അവിടെ കിടക്കുകയായിരുന്നു. വീണപ്പോ വടി ആ തലയ്ക്ക് കൊണ്ട്, അല്ല തല ആ വടിക്ക് കൊണ്ടു. അങ്ങനെ പറ്റിയതാ. മുറിവുള്ള സ്ഥിതിക്ക് സാറിന് 2 ദിവസത്തെ ലീവ് എടുത്ത് വീട്ടിൽ ഇരിക്കാൻ പാടില്ലായിരുന്നോ? വീട്ടിലോ? വീട്ടിൽ ഇരുന്ന ജീവൻ തന്നെ പോവും. എന്താ സാർ?
അല്ല, വീട്ടിലിരുന്ന ജീവന തുല്യ സ്നേഹിക്കുന്ന ഈ ജോലി ചെയ്യാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് വീട്ടിലിരിക്കാതെ ഓടി രക്ഷപ്പെട്ടു. ഇരുന്ന് വർത്താനം പറഞ്ഞോണ്ടിരിക്കുക, ജോലി ചെയ്യാൻ നോക്ക്. ഇപ്പൊ തന്നെ മണി 10:45. സാർ, അയ്യോ, എന്ത്? അമ്മാവനും അമ്മാവിക്ക് സുഖം തന്നെയല്ലേ? പിന്നെ പരമസുഖം. അവരുടെ ജീവിതമല്ലേ സുഖം. അമ്മേ, അയ്യോ. ഹലോ, വില്ലേജ് ഓഫീസ് അല്ലേ? അതെ. മോഹനകൃഷ്ണൻ ഉണ്ടോ അവിടെ? ആരാണ്? ഞാൻ അവന്റെ അമ്മായിയാ. ശശിപാലൻ ചേട്ടാ, ബോഡേഴ്സ് സാറിന്റെ അമ്മായിയാ. സാറിനോടൊന്ന് ഫോൺ എടുക്കാൻ പറയൂ. ഹലോ, ഇപ്പൊ കൊടുക്കാവേ. കൊടുക്കണ്ട. ശശിപാലൻ ചേട്ടാ, വേണ്ടാന്ന്. അവൻ സുഖമായി അവിടെ എത്തിയോന്നറിയാൻ വേണ്ടി വിളിച്ചതാ. ഓഹോ, എത്തി. അവന്റെ തലയ്ക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? തലയിലൊരു കെട്ടുണ്ട്. ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെട്ടാ അങ്ങനെ ഇരിക്കും. അവന്റെ അമ്മാവന് ഞാനൊന്ന് കൊടുത്തതാ. അവനെ അമ്മാവനെ രക്ഷിക്കാൻ നോക്കി അടി അവനിട്ട് കിട്ടി. ഈശ്വര. അതെന്നേ, പണ്ടേ അവന് ഈ അസുഖമുണ്ട്. മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടാൻ വരും. അങ്ങനെ വരുമ്പോ ഇങ്ങനെ ഇരിക്കും. 4-5 സ്റ്റിച്ച് ഉണ്ടെന്നാ ഭാവം പറഞ്ഞത്. അവനോട് സൂക്ഷിക്കാൻ പറ. പറയാം. നിന്റെ പേരെന്താ? സ്വയംപ്രഭ. നിന്റെ കല്യാണം കഴിഞ്ഞാണോ? ഇല്ല. കാലമല്ലാത്ത കാലമാ മോളെ. എത്രയും പെട്ടെന്ന് കല്യാണം കഴിക്കാൻ നോക്കുന്നതാ നിനക്ക് നല്ലത്. മനസ്സിലായോ നിനക്ക്? ശരി. എന്താ പ്രഭേ? ആരാ? എന്താ പറഞ്ഞത്? എന്റെ ശശിപാലൻ ചേട്ടാ, മോഹനേഷ് സാറിന്റെ തലയിൽ എന്ത് പറ്റിയെന്നറിയാമോ? അത് വീണതൊന്നുമല്ല. അമ്മായി അമ്മാവനെ തല്ലിയപ്പോ അതിന്റെ ഇടയിൽ പെട്ടതാണ്. അമ്മായി അമ്മാവൻ തല്ലിയോ? അമ്മായി തന്നെയാ പറഞ്ഞത്. നല്ല ബെസ്റ്റ് അമ്മായി അമ്മാവനും. ഇതാണ് മോഹനേഷ് സാറ് പറഞ്ഞത്. അവര് തമ്മിൽ ഭയങ്കര സ്നേഹമാണെന്ന്. ശിശുപാല, വിളിക്കുന്നു, ചെല്ല്. എന്തിനാണോ എന്തോ. പോയി നോക്ക്. പലപ്പോഴും ഞാനായിട്ട് ചെയ്യണമെന്ന് ഓർത്തു. അത് സാറിന്റെ അമ്മായിയായിട്ട് ചെയ്തു. സാർ. ശിശുപാല, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ സാർ? ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യം ഞാനും ശിശുപാലനും മാത്രമേ അറിയാവൂ. ഒരു കാരണവശാലും സ്വയംപ്രഭയും കാച്ചനെ അറിയരുത്. അമ്മായിയുടെ കാര്യമാണോ സാർ? അമ്മായിയുടെ കാര്യം? അമ്മായി തരിക്കഷ്ണെടുത്ത് സാറിന്റെ തലക്കടിച്ച കാര്യം ഞങ്ങളൊക്കെ അറിഞ്ഞു. എങ്ങനെ? അമ്മായി ഇപ്പൊ ഫോൺ ചെയ്തിരുന്നു. പ്രൊഫസറിനോട് അമ്മായി എല്ലാം പറഞ്ഞു. എന്നെ നാണം കെടുത്തി അമ്മാവി അടങ്ങും. വലിയ പ്രശ്നമാണോ സാറേ? ആ വീട്ടിൽ താമസിക്കുന്നതൊക്കെ നല്ലത് കരടുകളുടെ കൂടെ കാഴ്ച ബംഗ്ലായി പോയി കഴിയുന്നത്. ഇനിയിപ്പോ എന്ത് ചെയ്യും സാർ? എന്റെ തലയിലൊന്നും വരുന്നില്ല ശിശുപാല. ശിശുപാല ഒരു ബുദ്ധി പറ. അത്
അതിപ്പോ എന്നോട് ചോദിച്ചാൽ എങ്ങനെയെങ്കിലും അവർ ഒതുക്കിയേ പറ്റും. ഇല്ലെങ്കിൽ എന്റെ കാര്യം പോക്കഴിച്ചു പോലെ. ഞാൻ ആലോചിച്ചിട്ട് ഒരൊറ്റ വഴിയേ ഉള്ളൂ സാർ. എന്തു വഴി? ഉപദേശത്തിന്റെ വഴി. ഉപദേശത്തിന്റെയോ? അമ്മാവനെ അമ്മാവിയെ ശരിക്കും അങ്ങോട്ട് ഉപദേശിക്കുക. ശിശുപാല, ഞാൻ എന്ത് പറഞ്ഞാലും അവരനുസരിക്കില്ല. സാറ് പറഞ്ഞാലല്ലേ അനുസരിക്കാതിരിക്കൂ. അതിന് പറ്റിയ ആളെ ഞാൻ ഏർപ്പാടാക്കി തരാം. ആള് വരും, അവരെ ഉപദേശിക്കും, അവരനുസരിക്കുകയും ചെയ്യും. ബാക്കി കാര്യം സാർ എനിക്ക് വിട്. എന്നാലും ഒരാളെ വേഷം കെട്ടിച്ചോണ്ട് വന്ന് അമ്മാവനമ്മയും പറ്റിക്കാന്നൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അത് കഷ്ടല്ലേ മോനട്ടാ. ആരെങ്കിലും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മാനം പോവില്ലേ? കണ്ടല്ലോ, എത്രയും പെട്ടെന്ന് അമ്മാവനെ അമ്മായി ഇവിടുന്ന് പറഞ്ഞു വിട്ടില്ലെങ്കിൽ മാനം മാത്രമല്ല പ്രാണന് പോവും. ഈ അന്യായം ചെയ്തതും പോരാഞ്ഞ് വില്ലേജ് ഓഫീസ് വിളിച്ച് സ്വയംവരോട് കാര്യം വിളമ്പുകയും ചെയ്തു അമ്മായി. എന്നാലും ഒരെന്നാലുമില്ല. ചന്ദ്രപ്പൻ ചേട്ടൻ നല്ല ഒന്നാം തരം നടന. ഒരു സിദ്ധന്റെ വേഷത്തിൽ പുള്ളി വരും. അമ്മാവനെ അമ്മായിയും പറ്റി ഞാൻ പറഞ്ഞു കൊടുത്തതൊക്കെ അമ്മായിയോട് പറയും. അതോടെ അമ്മായി വിശ്വസിക്കും. പിന്നെ ചന്ദ്രപ്പൻ ചേട്ടൻ പറയും ഇവിടെ കഴിയുന്നത് ആപത്താണ് എന്ന്. അത്രയുള്ള കാര്യം. കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ. ഇത് ചെയ്തില്ലെങ്കിലാണ് കുഴപ്പം. ചന്ദ്രപ്പൻ ചേട്ടൻ നീ വരട്ടെ. ആരാ? മോഹനേഷനെ കാണാൻ വന്നാണോ? അയ്യോ, അവന് തീരെ വയ്യ. തലയിലൊരു മുറിവൊക്കെ പറ്റിയിരിക്കുക. സരോജിനിയല്ലേ? അതെ. ആരാ? മനസ്സിലായില്ല. ഞാനൊരു സിദ്ധനാ. ഭാവി ഭൂത വർത്തമാനങ്ങളൊക്കെ പറയുന്ന ഒരു സിദ്ധൻ. ഇതൊരു സർക്കാർ ഉദ്യോഗസ്ഥന്റെ വീടാണല്ലേ? അതെ, വില്ലേജ് ഓഫീസറുടെ. ഈ വീട്ടിൽ ചില അപകടങ്ങൾ ഞാൻ കാണുന്നു. ഈ വീടിന്റെ ചുറ്റും മരണത്തിന്റെ ഒരു വലയം ഞാൻ കാണുന്നു. മരണോ? സരോജിനി വർഷങ്ങളായി അന്യസംസ്ഥാനത്തിലായിരുന്നു അല്ലേ? അതെ, ഡൽഹിയില്. ഇപ്പോ ഭർത്താവിനോടൊപ്പം നാട്ടിലേക്ക് വന്നിരിക്കുന്നു. അയ്യോ, അതൊക്കെ എങ്ങനെ മനസ്സിലായി? പറഞ്ഞല്ലോ, എല്ലാം അറിയുന്നവനാണ് നാം. വത്സയ്ക്ക് കുട്ടികളില്ല അല്ലേ? അയ്യോ, ഇല്ല. ഈ സമയത്ത് ഇങ്ങോട്ട് വന്നത് വലിയ അബദ്ധമായി പോയി. ഇനിയിപ്പോ ജീവനും കൊണ്ട് ഇവിടുന്ന് രക്ഷപ്പെടാൻ പറ്റിയാൽ ഭാഗ്യം. അതെന്താ? ഞാൻ പറഞ്ഞില്ലേ, ഈ വീടിന് ചുറ്റും മരണം വല നെയ്ത് വെച്ചിരിക്കുക. ഏത് നിമിഷവും അതുണ്ടാവും. ആരാ? നിങ്ങളാണോ ഗ്രഹനാഥൻ? അതെ, എങ്ങനെ മനസ്സിലായി? മരണത്തിന് പോലും സാധ്യതയുണ്ടായിരുന്ന ഒരു അപകടത്തിൽ നിന്നും നിങ്ങൾ കഷ്ടി രക്ഷപ്പെട്ടു. പക്ഷേ അതുകൊണ്ട് മരണം ഇവിടെ നിന്ന് പോയി എന്നർത്ഥമില്ല. എന്താ സ്വാമിൻ അവിടുന്ന് പറഞ്ഞു വരുന്നത്? പറയാനാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. കുട്ടി കോടതി കാര്യങ്ങളുമായി ബന്ധപ്പെട്ടയാളാണല്ലേ? ഈശ്വര, ഭയങ്കരം തന്നെ. അങ്ങക്കിതൊക്കെ എങ്ങനെ മനസ്സിലാക്കാൻ കഴിയുന്നു? അതെ, ആദ്യം ഞാനൊന്ന് സംസാരിക്കട്ടെ. അല്ല, എനിക്ക് പലതും പറയാനുണ്ട്. സ്വാമി, എന്റെ ഭർത്താവ് അകത്തുണ്ട്. അകത്തേക്ക് വന്ന് സംസാരിക്കുന്നതിൽ ബുദ്ധിമുട്ടില്ലല്ലോ? ബുദ്ധിമുട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഒരു മരണത്തിന്റെ ഗന്ധം. എന്നാലും ഏതായാലും ഭക്ത വിളിച്ചതല്ലേ, ഞാൻ വരാം. സ്വാമി, മാറിന്നേ. വരും. സ്വാമിൻ, എനിക്ക് ചിലത് അറിയാനുണ്ട് സ്വാമിൻ. രക്ഷപ്പെട്ടു. ഇനി എന്താ വേണ്ടത്? ചന്ദ്രപ്പൻ ചേട്ടൻ അറിയാം. ഇവിടെ താമസിച്ചാൽ ജീവാപായം ഉണ്ടാകുമെന്ന് ചന്ദ്രപ്പൻ ചേട്ടൻ പറയുന്നതോടെ അമ്മായി അമ്മാവനും പെട്ടിയെടുത്ത് സ്ഥലം വിട്ടോളും.
എന്നാലും ഇത് ഇച്ചിരി കടന്നുപോയി മോഹനട്ടാ. വീട്ടിൽ വന്ന അതിഥികൾ ഇങ്ങനെ നാടൻ കളിച്ച് പറഞ്ഞു വിടാന്നൊക്കെ പറഞ്ഞ അത് കഷ്ടം തന്നെയല്ലേ? അല്ല അവനെന്ത് ചെയ്യും? എന്റെ തല നീ കണ്ടല്ലോ. ഭാഗ്യം കൊണ്ടാണ് അത് അതുകൊണ്ട് അവസാനിച്ചത്. കണ്ണിലോ മൂക്കിലോ കൊണ്ടിരുന്നെങ്കിൽ പൊടി പോലും കാണില്ലായിരുന്നു. അത് ശരിയാ. എന്നാലും ഇത് നമ്മൾ നടത്തിയ നാടകമായിരുന്നു അമ്മാവനും അമ്മായി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ? അമ്മാവൻ ഒരിക്കലും അറിയില്ല. ആ വന്നത് ചന്ദ്രപ്പൻ ചേട്ടനാണെന്ന് ആകെ അറിയാവുന്നത് എനിക്കും നിനക്കും ശിശുപാലിന് മാത്രമാണ്. വേറെ ആരും അറിയില്ല. എന്റെ മോഹനേഷ് സാറേ, എന്നെ കൊലക്ക് കൊടുക്കാൻ കൊണ്ടുവന്നാണോ നിങ്ങൾ? പിടിച്ച് മുറി കയറ്റി അവർ രണ്ടുപേരും കൂടി ഇടിച്ചെന്നെ നട്ടലിളക്കി. മേലിൽ ഇമാതിരി വേഷം കെട്ടലുമായി ഇതുവഴി വന്ന എന്നെ കൊന്നു കളയുന്നാ പറഞ്ഞേ. വീടിന്റെ മുകളിൽ മരണത്തിന് ലക്ഷണമുണ്ടെന്ന് ഞാൻ പറഞ്ഞത് അറം പറ്റി. എന്റെ മരണം ഇപ്പൊ നടന്നേനെ. അയ്യോ എന്റെ അമ്മ. അയ്യോ മോഹനേഷ് സാറേ, സാറേ സാറ് വളരെ സൂക്ഷിച്ചോ. എന്താ ഇങ്ങനെയുള്ള രണ്ടുപേര് താമസിക്കുന്ന വീട്ടിൽ താമസിക്കുന്നതിന് നല്ലത് കാഴ്ച ബംഗ്ലാവിൽ സിംഹത്തിന്റെ കൂട്ടി പോയി കിടക്കുന്നു. അയ്യോ എന്റെ അമ്മോ. മോഹനട്ടാ അതും ഏറ്റില്ല. ഇനി എന്ത് ചെയ്യും? നമുക്ക് താമസം മാറ്റിയാലോ? എങ്ങനെ മാറും? മോഹനയുടെ സ്നേഹിച്ച് വിളിച്ചോണ്ട് വന്നതല്ലേ അമ്മാവനെ അമ്മായി. നമ്മള് പെട്ടു. അവർക്ക് രണ്ടുപേർക്കും ശരിക്കും ഭ്രാന്ത. നമ്മളിനി എന്ത് ചെയ്യും? ചുറ്റിയ പാമ്പ് കടിച്ചേ പോകൂ എന്നൊരു നാടൻ ചൊല്ലുണ്ട്. മോഹനകൃഷ്ണനെ ചുറ്റിയ പാമ്പുകൾ രണ്ടിലൊന്നറിയാതെ മടങ്ങിപ്പോകില്ലെന്ന് ഉറപ്പായ നിലയ്ക്ക് അത് കണ്ടു തീർക്കാനായി കാത്തിരിക്കാം. കാര്യം നിസ്സാരം തുടരുന്നു.